ഹലോ ഫ്രണ്ട്സ്, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് ഭാരതപ്പുഴയുടെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയൊക്കെ കണ്ടിങ്ങനെ പോകുന്നത് മൂന്നാറേക്കാണ്. അപ്പോൾ വെൽക്കം ടു ആദീസ് വ്ലോഗ്. മൂന്നാറേക്ക് നമ്മൾ പോകുന്നത് പറക്കാട് റിസോർട്ട്സിലേക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് നമ്മൾ പറക്കാട്ടിൽ നിന്ന് കാണുന്ന നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. 3 റൂമാണ് നമ്മൾ എടുത്തത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ഇതിലൊരു റൂമിന് മാത്രമേ ഈ വാലി വ്യൂ പോയിൻറ്റ് വരുന്ന റൂമുള്ളൂ. അപ്പോൾ ഈ റൂമിന് ഒന്നിന് റേറ്റ് വരുന്നത് 6,000 സംതിങ് എന്തോ ആണ്. ടോട്ടൽ നമുക്ക് 18,000 ആയി. അപ്പോൾ അവിടെ കുരങ്ങന്മാരെ ശല്യമുണ്ട്. 3 ആളെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്ന ടൈമായിരുന്നു കേട്ടോ മൂന്നാറ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ പറക്കാട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കേവ് ഹൗസും അവിടെ പിന്നെ കുറച്ച് ഇതുപോലത്തെ നാച്ചുറലി കുറച്ച് സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ജീപ്പ് ട്രക്കിംഗ് ആവശ്യമാണ്. ട്രക്കിംഗ് ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ നമുക്ക് വരുന്നത് 2 മണിക്കാണ്. അപ്പോൾ 2 മണിക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്ക് ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. 3 മണി മുതൽ 6 മണി വരെയുള്ളൂ ട്രക്കിങ്. അപ്പോൾ നമ്മൾ ഈ ജീപ്പ് കയറി കഴിഞ്ഞാൽ ഭയങ്കര കുത്തനെയുള്ളൊരു ഇറക്കമൊക്കെയാണ് കേട്ടോ. അവർ ഭയങ്കര സ്കില്ലായിട്ട് ജീപ്പ് ഓടിക്കുന്നത്. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ട്രക്കിങ്ങിന് അവിടെ എത്താൻ പറ്റും. ആമി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നടന്ന് നമ്മളൊക്കെ ക്ഷീണിച്ചാൽ അവൾ ക്ഷീണിക്കില്ല. അപ്പോൾ ഇതാണ് കേവ് ഹൗസ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് കേവ് ഹൗസ് ആണിത്. കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു, ഇന്ത്യയിലും ആണെന്ന് തോന്നുന്നു കേവ് ഹൗസ്. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ നമുക്ക് അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ റോപ്പ് കയറി വേണമെങ്കിൽ വരാം. കുറച്ച് പേടിയാവട്ടോ ഇത്. താഴത്ത് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഈ റോപ്പ് കയറി ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് ടൈം നമുക്ക് വരുമ്പോൾ എന്തായാലും അതിനൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. ഞാൻ തന്നെ നടന്നു വരുന്നതാണ്. കാണുന്ന പോലെയല്ല, എനിക്ക് അത്യാവശ്യം പേടിയുണ്ട്. അപ്പോൾ കണ്ണൻ എന്നെ പേടിപ്പിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാനും കണ്ണനും കൂടെ അടി വെക്കുന്നതാണ് കേട്ടോ ഇത്. കണ്ണട ഫസ്റ്റ് എങ്ങനെയോ ചാടി കുരങ്ങന്മാരെ പോലെയൊക്കെ ചാടി കയറി അപ്പുറത്തെത്തി. എന്നിട്ട് അവിടെ നിന്ന് എന്നെ ഈ കയറിളക്കി പേടിപ്പിക്കാൻ നോക്കുമായിരുന്നു. ബാക്കിൽ ഒരുവിധം എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട് കേട്ടോ ഇത് വരാൻ. അപ്പോൾ എല്ലാവരും കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് വരുന്നത്. പക്ഷേ മൂപ്പരെന്തോ അവിടെ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകും. ബാക്കിലേക്ക് അവർ തന്നെ മാനുവലി നമ്മളെ വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ വിത്തിൻ ദ പറക്കാട്ടിലെ എല്ലാ ഏരിയയിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. സച്ചിന് പേടിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ കയറണമെന്ന് പറഞ്ഞു. പക്ഷേ സൈക്കിൾ ചവിട്ടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ താഴത്തുനിന്ന് നമുക്ക് മോർണിംഗ് താഴേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ 6 മണി വരെ നമുക്ക് അവിടെ ടൈമുള്ളൂ. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ വരണം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ പോയി. അപ്പോൾ ഡിസംബർ 15 നമ്മൾ അവിടെ എത്തിയപ്പം അന്ന് അച്ഛൻ്റെ അമ്മേൻ്റെയും ആനിവേഴ്സറി ആയിരുന്നു. 33rd ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ കേക്ക് മുറിക്കുന്ന എല്ലാ ചടങ്ങിലും ഇവർ 2 പേരും എന്തായാലും ഉണ്ടാവും. ഈ കുമ്മനടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഇവർ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് ഭാരതപ്പുഴയുടെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയൊക്കെ കണ്ടിങ്ങനെ പോകുന്നത് മൂന്നാറേക്കാണ്. അപ്പോൾ വെൽക്കം ടു ആദീസ്.